അമ്മ അമ്മ ഹാങ് ഓവർ മോളെ, ഹാങ് ഓവർ. കുറച്ച് വിഷം കൂടെ വാങ്ങി അതിലേക്ക് ഒഴിക്ക്, എന്നിട്ട് കുടിക്ക്. കുറച്ച് എനിക്കെന്താ തീരട്ടെ ഈ കഥ. നിലവിളിക്കല്ലേ മോളെ, തലവേദനിക്കുന്നു പ്ലീസ്. അമ്മച്ചി ജീവിച്ചിരിക്കുന്നവരെ നീ പേടിക്കണ്ട മോളെ, നീ തോക്കൂല. ഇക്കണക്കിനാണെങ്കി അമ്മയും പപ്പയും ഒരുപാട് കാലം ജീവിക്കത്തില്ല. അത്ര പെട്ടെന്നൊന്നും ഞാൻ മരിക്കില്ല. മനസ്സിന്റെ കട്ടി എനിക്കറിയാം, പക്ഷെ ഉള്ളിൽ ചില കിളിന്ത അവയവങ്ങളുണ്ട്, അത് മറക്കണ്ട. സ്റ്റുഡിയോയിൽ വരുന്ന ഓരോ അമ്മമാരെ കാണണം, കൊതിയാവും. അമ്മ ഏത് മകൾ ഏതെന്നറിയില്ല. ഇത് പകല് കള്ളും കുടിച്ച് ചീർത്ത് വീർത്ത്. അമ്മച്ചി തീരെ വൃത്തികേടായോ മോളെ? കണ്ണാടി പോയി നോക്ക് വല്ലപ്പോഴും ഒക്കെ. അതാണിപ്പോ അവിടെയുള്ള ഓരോരുത്തന്മാർക്ക് അമ്മച്ചി റെഡി. മോള് പറ, ഞാൻ എന്ത് ചെയ്യണം? കുളിച്ച് വൃത്തിയായി സ്റ്റുഡിയോയിലേക്ക് ചെല്ല്, അച്ചായനെ കാണും, ആ കോൺട്രാക്ട് ഒപ്പിട്ടോണ്ട് വാ. അയ്യോ മക്കളെ, അത് വേണ്ട, നമ്മുടെ വില പോകും. അവരിങ്ങോട്ട് വിളിക്കണം. ഓ, നല്ല വിലയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പെൺകുട്ടികളുടെ റോൾ മോഡൽ പലപ്പോഴും അമ്മമാരാ. ഞാനും തുടങ്ങും ഇതുപോലെ, അന്നേ അമ്മ പഠിക്കൂ. ഇനിയിപ്പോ അയാൾക്കിത് ബോധിക്കുവോ? ബാംഗ്ലൂരുള്ളൊരു മോഡലാ, നല്ല കുട്ടിയെന്നാ കേട്ട്. ഫോട്ടോ കൊണ്ടുവന്ന ഷറഫിനെ എനിക്കറിയാം, അവനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കണ്ട. എന്താ ചിലപ്പോ 12 വർഷം മുമ്പുള്ള ഫോട്ടോ ആയിരിക്കും. നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോ 5 പേരും കഴിഞ്ഞിരിക്കും. മധു, ആരോ നോക്കിയേ. ഓ, നാരായണേട്ട തിരൊന്ന് മാറിയേ. നാരായണ ബാങ്കിൽ പോകണ്ടേ? ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് വന്നാണല്ലോ. ഓ, ഒന്നുകൂടെ പോയിട്ട് വരാം. രാവിലെ തന്നെ തുടങ്ങിയോ? നല്ല സ്മെല്ല് വരുന്നല്ലോ. അച്ചായൻ സത്യമായിട്ടുമില്ല. എന്നാ ഇന്നലത്തെ ആയിരിക്കും. എന്റെ മുറി സ്കോച്ച് ഉണ്ട്, ഓരോന്ന് അടിക്കാം. അയ്യോ, ഗുരുജിയുടെ കാറൊക്കെ കിടപ്പുണ്ട്. അയാൾ ഇങ്ങോട്ടൊന്നും വരില്ലെന്നേ, എഡിറ്റിംഗ് റൂമിലായിരിക്കും. ഗുഡ് മോർണിംഗ് സർ. അച്ചാമ്മ പോയോ? അറിയില്ല സർ, സ്റ്റോറി ബോർഡ് ഞാൻ ഇപ്പോഴാ കണ്ടത്. സ്ക്രിപ്റ്റിൽ തന്നെയുണ്ട് ആ ഹെയർ ഓയിലിന്റെ സുഗന്ധം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സർ. പക്ഷേ നല്ല മുടിയുള്ളൊരു കുട്ടി വേണ്ടേ സർ? അത് നമുക്ക് കണ്ടുപിടിക്കാം. ആ സ്റ്റോറി ബോർഡ് അവർക്ക് മെയിൽ ചെയ്ത് കൊടുത്തേക്കും. ഓക്കെ, ഡൺ. ഇത് മെയിൽ ചെയ്ത് കഴിഞ്ഞ് ബാലപെക്കുള്ളൂ. ഹാൻഡ്ലൂമിന്റെ പ്രോജക്റ്റ് ഞാൻ വീട്ടിൽ പോലും ചെയ്തോളാം. അതിന്റെ മോഡൽ ലിസ തന്നെയാണോ സർ, അതോ മറ്റേ കുട്ടിയോ? മറ്റേ കുട്ടി, ഒരു ഫ്രഷ് ഫേസ്, അതാവും നന്നാവുക അല്ലേ? യെസ് സർ. ഒരു ഫ്രഷ് ഫേസ് ആയിട്ട് ഞാനും വന്നേ, മോഡലാവാൻ. പക്ഷേ ആ പഴയ വിപ്ലവ നാടകത്തിന്റെ പേര് പോലെ ഗുരുജി എന്നെ അസോസിയേറ്റ് ആക്കി. ഓവർ സൈസാ തന്റെ ബ്രെയിൻ. ക്യാമറയ്ക്ക് പിന്നിലാവും സൂട്ടാവുകയെന്ന് എനിക്ക് തോന്നി. പെട്ടുപോയെന്ന് തോന്നുന്നുണ്ടോ? നോ സർ, നെവർ. ഐ ആം ദ ഹാപ്പിയസ്റ്റ് അസോസിയേറ്റ് എവർ ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഫൈൻ. അച്ചായ, ഒന്ന് ഇങ്ങോട്ട് വന്നിരി. എന്താ അച്ചാമ്മേ? ഇനി ഞാൻ വന്ന കാര്യം പറയാം. വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയൊന്നും പറയണ്ട. കാശ് എന്തെങ്കിലും വേണമെങ്കിലോ ഓഫീസിൽ നാരായണ കാണും, വാങ്ങിക്കോളൂ. കാശൊന്നും എനിക്ക് വേണ്ട. കൈത്തറി പരസ്യത്തിൽ നിന്നെന്താ എന്റെ കൊച്ചിനെ ഒഴിവാക്കിയത്? ആരൊഴിവാക്കി? ലിസയെ ഫിക്സ് ചെയ്തോ? ലിസയല്ല, നിന്റെ മൂത്ത മോൾ ഡയാന. അയ്യോ എന്റെ അച്ചായ, അവൾക്ക് മോഡലിംഗ് ഒന്നും അറിയില്ല, നേരെ നടക്കാൻ പോലും അറിയില്ല. വീട്ടിൽ ഒരു ദിവസം കുറഞ്ഞത് 4 വട്ടം വീഴും. പറ അച്ചായ, എന്റെ ലിസിക്ക് എന്താ കുഴപ്പം? എന്റെ അച്ചാമ്മ, ഞാനല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്. ആ പ്രതാപനാ നിങ്ങളുടെ ഗുരുജി. അവന്റെ തലച്ചോറിലാണ് ഈ സ്റ്റുഡിയോ ഓടുന്നത്. ഞാൻ വെറും അച്ചായം മാത്രം. അല്ല, അതിനെന്താ അച്ചാമ്മ വിഷമിക്കുന്നത്? രണ്ടും നിങ്ങളുടെ മക്കളല്ലേ. 2 വരുമാനവും അച്ചാമ്മയുടെ കയ്യിലല്ലേ വന്നെത്തുന്നത്. അച്ചായൻ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതെന്ത് കാര്യം? അവൾ, ആ ഡയാന, എന്റെ മകളല്ല. ജോസഫ് എന്റെ 2ാം കെട്ടാണെന്ന് അച്ചായൻ അറിയാലോ. അറിയാം. അവൾ അതിയാന്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയാ. ഓ, അങ്ങനെയാണ്. എന്റെ അച്ചായ, അവൾ ഒരു മണ്ടിയാ. ഈ ഫീൽഡിൽ അവൾ വന്ന കൈവിട്ടു പോകും.
അച്ഛനെ എങ്ങനെയെങ്കിലും ഈ കോൺട്രാക്ട് ലിസയ്ക്ക് കൊടുക്കണം പ്ലീസ്. ഞാൻ പ്രതാപനോടും സംസാരിക്കട്ടെ. താങ്ക് യു അച്ഛായ, താങ്ക് യു സോ മച്ച്. പുല്ല് എത്ര എഴുതിയിട്ട് ഈ കണക്ക് ശരിയാവുന്നില്ലല്ലേ. ആ സ്വാമിക്ക് ഒരു ഫുള്ള് മേടിച്ചു കൊടുത്ത് അതിൻ്റെ കണക്ക് എവിടെ കൊണ്ടുവച്ച് എഴുതും ഭഗവാനെ. സുരേഷ് ഒരു കട്ടൻ ഇറ. നാരായണേട്ടാ, ഓ അച്ചായൻ പറഞ്ഞു കുറച്ച് ക്യാഷ് വാങ്ങിച്ചോളാം. എത്ര? 10,000 രൂപ. ഞാനിത് ഏത് കണക്കിൽ എഴുതണം? മെസ്ലാനിയസ്. മെസലേനിയസ് അനാമത്ത്. അതിരിക്കട്ടെ. ആ ഹാൻഡ്ലൂമിൻ്റെ ആഡ് ലിസയ്ക്ക് ഉറപ്പിച്ചോ? ഏതാണ്ട് ഉറപ്പിച്ചു. നടക്കത്തില്ല. ഗുരുജി തീരുമാനിച്ചു കഴിഞ്ഞു. അത് നിങ്ങളെ മൂത്ത മോൾ ഡയാനയ്ക്കാ. ശരിക്കും ഞാൻ കള്ളം പറയില്ലെന്ന് നിങ്ങൾക്കറിയാലോ. പിന്നെ എന്തിനാ അമ്മ ഇവിടുന്ന് കെട്ടിയൊരുങ്ങി പോയത്? മോളെ, ഞാൻ എന്നെ കൊണ്ടാവും വിധം കാര്യങ്ങളൊക്കെ നേരെയാക്കിയിട്ടുണ്ട്. ഗുരുജിയാണ് പ്രശ്നം. പക്ഷേ അച്ചായനെല്ലാം പറഞ്ഞ് നേരെയാക്കും. അമ്മച്ചി അതിനുവേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. നാരായണേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരുമാനമായിരിക്കും. നമ്മൾ വിട്ടാലല്ലേ അവള് പോകൂ, വിടൂലല്ലോ. അച്ചാമ്മ ആരാണെന്ന് അവൾക്കറിയില്ലല്ലോ. നിർത്താം മക്കളെ, അമ്മച്ചി നിർത്താം. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ മോളെ. നന്നാവില്ല, ഒരു കാലവും നന്നാവില്ല. ഭാഗ്യം പ്ലാസ്റ്റിക് ആയിരുന്നു. എന്റെ കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചേ അടങ്ങുള്ളൂ, അല്ലേ മനുഷ്യ? എന്തുവാ ഇത്? മിണ്ടരുത്. നിങ്ങളുടെ മോള് കാരണം ഇതൊക്കെ. നിങ്ങൾ കാരണം എന്റെ കൊച്ചും കൂടി എന്നെ വെറുത്തു തുടങ്ങി. അച്ചാമേ, ഉള്ളിൽ എന്താന്ന് വെച്ചാൽ തുറന്നു പറ. 3-4 ദിവസം കൊണ്ട് ഞാൻ കേൾക്കുക. ഞാൻ എന്ത് വേണം? ഞാനെന്റെ കൊച്ചു കൂടി ഇറങ്ങണോ? ആ എടി ലിസേ, കേട്ടോ? ഇങ്ങേരുടെ മോളും കൂടി ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന്. എങ്ങോട്ട് ഇറങ്ങാൻ? പെരുവഴിയിലേക്കോ? എവിടെ കിടക്കും? കടവരാന്തേലോ? ഓ, എങ്ങനെ കഴിയും? സുന്ദരി മോളെ കൊണ്ടുപോയി വിൽക്കൂ. മോളെ, ലിസ. ആഘോഷിച്ചോ? രണ്ടാളിങ്ങി വന്നേ. ആദ്യത്തെ സന്ധ്യക്കുള്ള ട്രെയിനിന് ഞാൻ ബാംഗ്ലൂർ വരുന്നു. അറിഞ്ഞു സാർ. അപ്പം ഞാൻ പറയട്ടെ. പറഞ്ഞ സാർ. ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് വരുവുള്ളൂ. അതുവരെ സ്റ്റുഡിയോ അവധിയാ. പ്രതാപനല്ലാതെ ആര് വന്നാലും സ്റ്റുഡിയോ ബിൽഡിംഗ് തുറന്നു കൊടുക്കരുത്. ശരി സാർ. ആരും വരില്ല, എന്നാലും സ്വാമി എന്നെ കൊണ്ട് സ്റ്റേഷൻ വിട്ടിട്ട് കാർ ഇവിടെ കൊണ്ടുവരണം. ശരി സാർ. അത്രേ ഉള്ളൂ. കാഴ്ച വന്നല്ലോ, മിന്നി കിട്ടും പെൺമണിയെ നേരിൽ കണ്ടല്ലോ. ഹലോ, ഇത് എലിസബത്തിന്റെ വീടല്ലേ? ഞാൻ പ്രതാപനാ. ഗുഡ് ഈവനിങ് സർ, ഞാൻ ലിസയാണ്. ഗുഡ് ഈവനിങ്. കുട്ടിയുടെ അമ്മയുണ്ടോ? കൊടുക്കാം. അമ്മ, അമ്മ, ഗുരുജിയെ ഫോണിൽ. നമസ്കാരം. ഈ പാവപ്പെട്ടോളെ വിളിക്കാൻ തോന്നിയല്ലോ. ഒരു റഫ് ഡിസൈൻ ഉണ്ടാക്കാനാണ്. മകളുടെ 1-2 ഫോട്ടോസ് വേണം. ഞാൻ മധുവിനെ വിടാം. നാളെ ഒരു ഫോട്ടോഷൂട്ടും വേണ്ടി വരും. അത് 2 ദിവസം കഴിഞ്ഞ് മതി. ലിസയുടെ എല്ലാ തരം ഫോട്ടോകളും സ്റ്റുഡിയോയിൽ കാണുമല്ലോ ഗുരുജി. ലിസയുടെ അല്ല, മറ്റേ കുട്ടിയുടേത്. ഹലോ, ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നു? കേട്ടു ഗുരുജി. ഞാൻ ഡയാനയെ ഒരുപാട് നിർബന്ധിച്ചു. അവൾക്ക് ഇതൊന്നും വയ്യാന്നാ പറയണത്. അതുമല്ല, അവളുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചതുപോലെയാ. അവരുടെ വീട്ടുകാർക്ക് ചിലപ്പോ ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. ഓഹോ, ലിസിയെ ഞാൻ നാളെ അങ്ങോട്ട് അയക്കാം. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എടി മോളെ, അന്ന് സ്റ്റുഡിയോയിൽ നീ ഇവളുമായിട്ട് പോയപ്പോ ആ ഗുരുജി അവിടെ ഉണ്ടായിരുന്നോ? വരാൻ നേരം റിസപ്ഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മയക്കി കളഞ്ഞു. കിട്ടിയ നേരം കൊണ്ട് അയാളെ പോലെ ഒരുത്തനെ ഇവിടെ മയക്കിയെങ്കിൽ
ഇവള് ഫീൽഡിൽ ഇറങ്ങിയാലുള്ള സ്ഥിതി. അച്ഛമ്മേ, എന്റെ കുട്ടി അനാവശ്യം പറയരുത്. ഓ, നിങ്ങളുടെ കുട്ടി അൽഫോൻസാമയല്ലേ ഇവള്? നിന്നെ ഞാൻ വാഴിക്കാൻ വേണ്ടി ഒരു അന്തി ഞാൻ നിന്നെ എന്റെ വീട്ടിൽ കടത്തിത്തില്ല. ഇപ്പൊ ഇറങ്ങിക്കോണം. എന്റെ മോക്ക് പാരയായിട്ട് ആരും ഇവിടെ വേണ്ട. ഞാൻ വാട കൊടുക്കുന്ന വീട്ടില്. പാമ്പിനാണല്ലോ മാതാവേ ഞാൻ. പൂച്ചയെ പോലെ നടന്നിട്ട് ഒരു അറുവാണി. നിർത്തടി. താനും ഇറങ്ങിക്കോണം. അമ്മ ഒന്ന് നിർത്തമ്മ. ദേ ഇതിൽ ബാക്കിയുണ്ട്, അതുകൂടെ കുടിച്ചോ. അത് മാത്രം നിർത്തരുത്. ഞാൻ എങ്ങോട്ട് പോവും എൻ്റെ അമ്മ? മോളി പാവിയോട് പൊറുക്കണം. പപ്പ തോറ്റുപോയി. ജീവിതത്തിൽ എവിടെയൊക്കെ കൈവച്ചോ അവിടെയൊക്കെ പിടിച്ചു. നാശത്തിലേക്ക് നിറഞ്ഞുകൊണ്ട് തന്നെ ഓരോ പടിയും വെച്ചു. തോറ്റുപോയി പൊന്നെ, പപ്പ തോറ്റുപോയി. ലോകത്ത് ഒരു തെറ്റും ചെയ്യാത്തവരാണ് മോളെ കൂടുതൽ വേദനിക്കുന്നത്. ഇത്ര ചീത്തയും കേട്ടിട്ട് ഒരു പിച്ചക്കാരിയെ പോലെ ഞാൻ എങ്ങനെയാ പപ്പ ഇവിടെ കഴിയണേ? പപ്പയ്ക്ക് ഒരു വരുമാനവും ഇല്ല, എനിക്കും. മോക്ക് ആ പരസ്യം ചെയ്യാന്നുള്ള ആത്മവിശ്വാസം ഉണ്ടോ? എന്ത് പരസ്യം? ഇത്രയായ സ്ഥിതിക്ക് ഇനി കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. ഒരവസരം വന്നാൽ മോള് രക്ഷപ്പെടണം. പെണ്ണാണെന്നുള്ള ചിന്ത വേണ്ട. മോൾ ആരെയും നോക്കണ്ട. അപ്പൊ പപ്പ? അമ്മയുടെ കൂടെ പപ്പയും പോയെന്ന് വിചാരിച്ചോ? പപ്പയ്ക്ക് ഒരു സൗകര്യം തരില്ല, അവരെ കൊല്ലും. പപ്പ എന്നേ മരിച്ചു മോളെ. അച്ചാമ്മയും മോളും നമ്മുടെ ആരുമല്ല. നമ്മൾ വേറെയാണ്, അവര് വേറെയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പപ്പ? ഒരു പുരുഷായുസിൽ ഒരാൾക്ക് എത്ര കുടിക്കാൻ പറ്റും? എന്നെ ശൂന്യതയിൽ നിർത്തുന്നതും ഞാൻ പെരുവഴിയിലേക്ക് ഇറങ്ങുന്നതും പപ്പ കുടിച്ച ആ വിഷമാണ്. മറക്കരുത്. ഏയ്, ഇതെങ്ങോട്ടാ? വെള്ളയും വെള്ളയൊക്കെ ആയിട്ട്. ഞാൻ എങ്ങോട്ടായ നിനക്കെന്താ? ഇത് രാത്രിയാണ്. ചേച്ചി പോകുന്നതിന് മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, എന്ത് കുറ്റം ഞാൻ ചെയ്തത്? നീയും നിന്റെ അമ്മ എന്നോട് എങ്ങനെ പെരുമാറും? പാവം കിട്ടാതിരിക്കാൻ വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കാം. ചേച്ചിയും പ്രാർത്ഥിക്കാം. എവിടെ പോകുന്നു? ഓട്ടടി അഹങ്കാരി. എവിടെ പോകാനാ ഈ ഒരുമ്പെട്ടോള്? തിരിച്ച് പട്ടിയെ പോലെ ഇവിടെ തന്നെ വരും. പക്ഷെ ഈ പടിക്കകത്ത് ഞാൻ കേറ്റില്ല. അച്ചാമ്മയാണ് പറയുന്നത്, ഓർത്തോ? ലിസ മാഡത്തിന്റെ സഹോദരിയല്ലേ? എന്താ ഈ നേരത്ത്? ഞാൻ മാഡം, മഴ വരുന്നുണ്ട്, എനിക്ക് പോണം. പോയിട്ട് ഒരുപാട് അത്യാവശ്യമുള്ളതാണ്. അകത്ത ആളില്ലേ അച്ചാരെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യില് കാശില്ല. എത്രയാടോ? 40 രൂപ. ഇതാ പിടിക്ക്. ശരി, ഞാൻ വരട്ടെ. ഒറ്റയ്ക്ക് ഈ നേരത്ത്? സ്റ്റുഡിയോ ഓണറല്ലേ ആര്? അച്ചാരെന്ന് എല്ലാരും വിളിക്കുന്ന? സാറ് ബാംഗ്ലൂർക്ക് പോയി. ഇവിടെ 2 ദിവസം അവധിയാ. ഗുരുജി എന്ന് പറയുന്ന ഒരാള്? സാറും പോയി. സാറിന്റെ വീട് ഇവിടെ അടുത്താ. അവിടെ കാണോ? അതറിയില്ല. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. മഴ വരുന്നുണ്ട്. ഈ അസമയത്ത് ആ വീട്ടിലേക്ക് ഒരുപാട് ദൂരമുണ്ടോ? ഈ തെരുവിന്റെ അങ്ങേറ്റത്ത് ഒരു STD ബൂത്ത് ഉണ്ട്. അവിടെ ചോദിച്ചാൽ പറഞ്ഞു.
വളരെ വിചിത്രമായി തോന്നുന്നു. സന്ധ്യയ്ക്ക് ഞാൻ വിളിച്ച ഒരു ഫോൺ കോൾ ഒരു പെൺകുട്ടിയുടെ മേൽക്കൂരയും കുടുംബവും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അല്ലേ? അതൊന്നും ആരുടെയും കുറ്റം കൊണ്ടല്ല സാർ. എന്റെ തലയിലെഴുത്ത് എന്നും അങ്ങനെയാ. തൽക്കാലം തലയിലെഴുത്ത് അങ്ങനെ നിൽക്കട്ടെ. തലയിൽ നീർത്താഴ്ച ഉണ്ടാവും നോക്കണം. ഒന്ന് കുളിച്ചോളൂ. ദേ ആ മുറി ഉപയോഗിക്കാം. തീരെ സഹി കെട്ടപ്പെടാൻ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എങ്ങോട്ട് പോണെന്ന് ഒരു പിടിയില്ലായിരുന്നു. അതാ ഞാൻ. അതെല്ലാം പറഞ്ഞ കാര്യങ്ങളല്ലേ. ആദ്യം പോയി കുളി ചീറൻ മാറാൻ നോക്ക്. പനിയെങ്ങണം വന്നാലേ പരിചരിച്ച് ശീലമില്ല എനിക്ക്. ദേ ആ മുറി. സോറി. നനഞ്ഞതൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ടു. ഇവിടെ സ്ത്രീകൾക്ക് പറ്റിയതൊന്നും ഇല്ലല്ലോ. അതിന് ഇവിടെ സ്ത്രീകളില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം വസ്ത്രങ്ങളും കാണില്ല. എനിക്കാണെങ്കിൽ മുണ്ടും ലുങ്കിയൊന്നും എടുത്ത് ശീലമില്ല. തൻ്റെ ഈ വരവും അപ്രതീക്ഷിതമായിരുന്നല്ലോ. തൽക്കാലം ആ വാർഡ്രോബിൽ ബർമുഡയും ഷർട്ടും കാണും. ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഭാഗമാകില്ല എങ്കിലും ഇന്നത്തേക്ക് ഇങ്ങനെ പൊയ്ക്കോട്ടെ. വെൽക്കം ജെന്റിൽമാൻ. ഈ വേഷം എന്നെക്കാൾ നല്ലതുപോലെ ചേരുന്നത് കുട്ടിക്കാണ്. വാ. ചോറും കറികളൊന്നുമില്ല. ഒരു ലഘുഭക്ഷണമാണെന്ന് കരുതിയാൽ മതി. തൽക്കാലം ഇന്ന് രാത്രി ഇവിടെ കഴിയാം. നാളെ ഒരു വഴിയുണ്ടാക്കാം. ഇരിക്കും. 2 ദിവസം സ്റ്റുഡിയോ അവധിയാണ്. ആ സമയം കൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം. ജോലി ആരംഭിച്ചു കഴിയുമ്പോൾ ഇപ്പോഴുള്ള ടെൻഷനൊക്കെ അങ്ങ് മാറും. ഈ പരസ്യങ്ങളൊക്കെ ഞാൻ ടിവിയിലേ കണ്ടിട്ടുള്ളൂ. എന്നെ കൊണ്ട് പറ്റുമോ സർ? ജീവിതം ഒന്നേ ഉള്ളൂ എന്നും അത് കരഞ്ഞു തീർക്കാനുള്ളതല്ല എന്നും വിജയിച്ച് കാണിക്കാനുള്ളതാണെന്നുള്ളൊരു വാശി മനസ്സിലുണ്ടെങ്കിൽ പറ്റും. ഇവിടെ വേറെ ആരുമില്ലേ? ഒരു വേദനയുമായിട്ടാണ് ഇയാൾ വന്നത്. എൻ്റെ ഭാണ്ഡം മറ്റൊരവസരത്തിൽ തുറക്കാം. ഒന്നും അവസാനിച്ചിട്ടില്ല. ഒക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ കരുതണം. ഞാനങ്ങനെ കഴിക്കും. പപ്പ മഴയത്തൊന്ന് കേറ് പപ്പ. പപ്പ അമ്മ ദേ പപ്പ വെളിയിൽ നിന്ന് മഴ തന്നെ. അനേട്ടടി പാപ്പ മോശം. എവിടെ പോയിട്ടുണ്ടാവും അമ്മ? എനിക്കെങ്ങനെ അറിയാനാ? നമ്മുടെ ഇവിടെ പള്ളിയിൽ വരുന്നതല്ലാതെ തനിച്ച് എവിടെയും പോയിട്ടില്ല. കൂട്ടുകാരെന്ന് പറയാനും ആരുമില്ല. ഏതെങ്കിലും വേണ്ടാത്ത വലയിൽ പോയി ചാടുവോ? അയാൾ ഒരുത്തൻ അവളെ പറഞ്ഞു വിട്ടത്. അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്? അയാളെന്നൊക്കെ അമ്മയല്ലേ പറഞ്ഞിട്ടുള്ളത്. ചെറിയ കുട്ടിയായിരുന്നു എന്നെയും കൊണ്ട് റെയിൽവേ ട്രാക്കിൽ മരിക്കാൻ നിന്നത്. പപ്പയല്ലേ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. എന്നെ സ്വന്തം മോളെ പോലെ വളർത്തിയത്. ആ ആളെ കുറിച്ചാണ് എങ്ങനെയൊക്കെ പറയുന്നത്. വിളിച്ചോണ്ട് വാടി.